ക്യാഷ് ഫ്ലോ ആണോ നിങ്ങളുടെ ബിസിനസിന്റെ പ്രധാന പ്രശ്നം? എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാ ഓൺടർപ്രണേഴ്സും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ക്യാഷ് ഫ്ലോ തന്നെയായിരിക്കും ബിസിനസ്സിൽ. നമുക്ക് ക്യാഷ് ഫ്ലോ കൂട്ടാൻ വേണ്ടി പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം പുതിയ കസ്റ്റമറിനെ നിങ്ങളുടെ ഷോപ്പിലേക്ക് അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും നല്ല ഓഫേഴ്സും കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ഷോപ്പിലേക്ക് കസ്റ്റമേഴ്സ് വരുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം വരുന്ന കസ്റ്റമേഴ്സിനെ കൊണ്ട് മാക്സിമം വോളിയം ഓഫ് പർച്ചേസ് നടത്തുക എന്നുള്ളതാണ്. അതായത് നമ്മൾ 1000 രൂപയ്ക്ക് മേടിക്കുന്ന ഒരാൾക്ക് കൊണ്ട് 1500 രൂപയ്ക്ക് മേടിപ്പിക്കാം, അല്ലെങ്കിൽ 1500 രൂപയ്ക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ കൊണ്ട് 1800 രൂപയ്ക്ക് മേടിപ്പിക്കാം. ഇതിന് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഡിസ്കൗണ്ടുകളും പ്രോപ്പർ ആയിട്ടുള്ള അപ്സെല്ലിംഗ് ക്രോസ് സെല്ലിംഗ് സ്ട്രാറ്റജീസും നിങ്ങളുടെ ഷോപ്പിൽ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് പർച്ചേസ് കൂട്ടുക എന്നുള്ളതാണ്. അതായത് ആഴ്ച ഒരു ദിവസമാണ് കസ്റ്റമർ നിങ്ങളുടെ ഷോപ്പിൽ വരുന്നതെങ്കിൽ അത് എങ്ങനെ നമുക്ക് കൂട്ടാൻ പറ്റും? ആഴ്ചയിൽ 2 ദിവസവും 3 ദിവസവും കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഇതിന് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ലോയാലിറ്റി പ്രോഗ്രാംസും ഓഫറും അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൂപ്പണും കാര്യങ്ങളും വർക്കൗട്ട് ചെയ്യുക. ഇതുമൂലം ആ കസ്റ്റമറെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് റിപ്പീറ്റേഷൻ കൂട്ടാൻ പറ്റും. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട 3 വഴികൾ. ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോ ആണ് ഏറ്റവും ബേസിക് ആയിട്ട്. ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ ഇനി നിങ്ങളുടെ ബിസിനസ്സിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ഇതായിരിക്കും.